CPI ജില്ലാ സെക്രട്ടറി N. അരുൺ മാറ്റുപുഴയുടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം ഈ മണ്ഡലം നേരിട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എത്രമാത്രമുണ്ട് പ്രതീക്ഷ? 100% പ്രതീക്ഷയോടുകൂടിയാണ് LDF മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ 5 വർഷക്കാലം കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് അനുസൃതമായ ഒരു മുന്നേറ്റം മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിലുടനീളം അലങ്കാരികമായി പറഞ്ഞാൽ വികസനത്തിൻ്റെ വെള്ളിത്തേര ഓടിച്ചു സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. പക്ഷേ അത്തരത്തിലൊരു മുന്നേറ്റം മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. 2016-21 കാലയളവിൽ എൽദോ എബ്രഹാം നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെയൊക്കെ പൂർത്തീകരണം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സ്വന്തമായ ഒരു പദ്ധതി ഒന്നുപോലും നിലവിലുള്ള MLAക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. ഒരു പദ്ധതി അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, സമഗ്രമായ ഒരു വികസന രേഖ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയുള്ള ഒരു നിവേദനം പോലും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി, മണ്ഡലത്തിലെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സമീപ മണ്ഡലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴ വല്ലാതെ പുറകോട്ട് നിൽക്കുന്നതായിട്ട് വോട്ടർമാരുടെ ഇടയിൽ നമ്മൾ നടത്തിയ ഒരു സർവേയിലൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തൊടുപുഴയെ കുറിച്ച് പറയുമ്പോൾ, എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ മൂവാറ്റുപുഴ നേരിടുന്ന ഏറ്റവും വലിയ ഒരു 2 പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം, ഏറ്റവും അധികം നമ്മൾ ഇടപെടേണ്ട, അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇപ്പോൾ മൂവാറ്റുപുഴ സാധ്യതയ്ക്കൊത്ത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. കാരണം എറണാകുളം ജില്ലയുടെ ഒരു സാധ്യത, എറണാകുളം ജില്ല നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ച് നമ്മൾ പറയുന്ന ആ മെട്രോപൊളിറ്റൻ സിറ്റി, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകേണ്ട GCDA മേഖല, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു വികസന മുന്നേറ്റം മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടായിട്ടില്ല. ടൂറിസം മേഖലയാണെങ്കിലും, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം നൽകാൻ സാധ്യമായ സൈബർ മേഖലയാണെങ്കിലും, അങ്ങനെ കാർഷിക മേഖലയുടെ വിവിധ സാധ്യതകൾ, പൈനാപ്പിൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പഴങ്ങളൊക്കെ നിരവധിയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് മൂവാറ്റുപുഴ. ഇതിനൊക്കെ അനുസരിച്ച് ഈ മേഖലകളിലൊന്നും മൂവാറ്റുപുഴയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ LDF ഇവിടെ ആലോചിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു മുന്നേറ്റം മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. 2006-ൽ ബാബു പോൾ ആണെങ്കിലും 2016-ൽ എൽദോ എബ്രഹാം ആണെങ്കിലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ തുടർച്ചയായി ഇടതുപക്ഷത്തിന് വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ 21-26 കാലയളവിൽ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രീതിയിലുള്ള ഫോളോ അപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ആ ഒരു ചർച്ചയ്ക്ക് അടിസ്ഥാനം. അവസാനം ഒരു കാര്യം കൂടി, ഈ വികസനത്തെ LDF മുന്നോട്ട് വെക്കുമ്പോൾ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, നുണപ്രചരണങ്ങൾ ഒക്കെ UDF ക്യാമ്പ് വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ അഴിച്ചുവിടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത സമയത്ത് കടന്നുപോയി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നിയമസഭയിലേക്ക് വരുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വികസനങ്ങളെ എത്തിക്കാൻ, ക്ഷേമപ്രവർത്തനങ്ങളെ എത്തിക്കാൻ LDF ക്യാമ്പിന് സാധിച്ചില്ല എന്ന് LDF തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിൽ കേരളം ഒട്ടാകെ, താങ്കൾ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരാൾ കൂടിയാണ് CPIയുടെ, എങ്ങനെ തോന്നുന്നു? ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യപ്പെടുന്നുണ്ടാവുമോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സൂചിപ്പിച്ച പോലെ നുണപ്രചരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ നുണപ്രചരണത്തെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ LDFന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ ഞാൻ സമ്മതിക്കുകയാണ്. കാരണം അത്രമാത്രം നുണപ്രചരണമാണ് ഓരോ പ്രദേശങ്ങളിലും നടന്നത്. നമ്മൾ ഇടതുപക്ഷത്തിന്റെ വികസനവും ക്ഷേമപ്രവർത്തനവും പറഞ്ഞപ്പോൾ തലക്കൽ കല്ലുവെച്ച നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ പ്രബുദ്ധ ജനതയെ എല്ലാ കാലവും നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കില്ല. ജനങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇടതുപക്ഷം തുടരേണ്ടതിൻ്റെ അനിവാര്യത ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിന്നെ നുണ കേരളത്തിലുടനീളം UDF പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു കുറച്ചുകൂടി ഉയർന്ന ഹൈടെക് നുണയുടെ ഒരു കേന്ദ്രമായി മൂവാറ്റുപുഴ മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നന്നായിട്ട് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ഒരു സ്ക്രിപ്റ്റഡ് ഒരു സാധനം ഒരു മെറ്റീരിയൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ മനോഹരമായി മാത്യു കുടനാടൻ്റെ ചിത്രത്തോടു കൂടിയ, എല്ലാ പേജുകളും ചിത്രമാണ്, ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. വികസനത്തിൻ്റെ ഒരു വെള്ളിച്ചം മൂവാറ്റുപുഴ വീശി എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ അതിലൊരു പ്രോജക്റ്റ് പോലും മൂവാറ്റുപുഴ MLAക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതിൽ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഒന്നാം ഗവൺമെൻറ് നടത്തിയ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസനങ്ങളാണ്. അങ്ങനെ കുറേ നുണകൾ, വലിയ വികസനം നടന്നു എന്ന രീതിയിൽ മൂവാറ്റുപുഴ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മണ്ഡലത്തിൽ ഉടനീളം ഇതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട്, തെളിവുകൾ കാണിച്ചുകൊണ്ട് പ്രചരണത്തിലാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല ഇനിയും മൂവാറ്റുപുഴ നിവാസികൾ. തീർച്ചയായും വളരെ സന്തോഷം.